റോയൽ ജെല്ലി തേനീച്ചയുടെ സൂപ്പർ ഫുഡ്. ഇതൊരു പാല് പോലെ ക്രീമിയാണ്. റാണി തേനീച്ചക്കായി മാത്രം ഉണ്ടാക്കുന്നത്. തേനിനേക്കാൾ പോഷക സമൃദ്ധവും ഏകദേശം 20 മടങ്ങ് വിലയേറിയതുമാണിത്. ഇതുകൊണ്ടാണ് റാണി തേനീച്ചകൾക്ക് മറ്റുള്ളവയേക്കാൾ കൂടുതൽ കാലം ജീവിക്കാൻ കഴിയുന്നത്. ഇതൊരു കഠിനാധ്വാനമാണ്. കൈകൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. തെറ്റിക്കഴിഞ്ഞാൽ ആ പ്രക്രിയ തന്നെ അവിടെ ഇല്ലാതായി പോകുന്നു. റോയൽ ജെല്ലി ശേഖരിക്കുന്നത് ചൈനയിലെ തേനീച്ച വളർത്തുന്നവർ പതിറ്റാണ്ടുകളായി ചെയ്യുന്നൊരു കാര്യമാണ്. ഓരോ വർഷവും റാപ്സീഡ് പൂക്കളുടെ സീസണിൽ അവർ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്യുന്നു. ഈ മഞ്ഞ നിറത്തിലുള്ള റാപ്സീഡ് പൂക്കൾക്ക് വീതിയുള്ള ഇതളുകളുണ്ട്. അതുകൊണ്ടാണ് തേനീച്ചകൾക്ക് മറ്റുള്ള പൂവിനേക്കാൾ ഈ പൂവിൽ നിന്ന് പോളൻ ശേഖരിക്കാൻ എളുപ്പം പറ്റുന്നത്. തേനീച്ച വളർത്തുന്നവർ റോയൽ ജെല്ലിയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ രാജ്ഞിയെ ഹൈവിൽ നിന്ന് മാറ്റിവെക്കുന്നു. ഹൈവിൽ നിന്ന് വേർതിരിച്ച് മറ്റൊരു ബോക്സിൽ വയ്ക്കുമ്പോൾ അതിന്റെ കുഞ്ഞുങ്ങൾക്ക് ജെല്ലി കൊടുക്കാൻ തുടങ്ങും. 72 മണിക്കൂറിനുള്ളിൽ അവ ലാർവ സെല്ലുകൾ മുഴുവനും ക്രീമി ജെല്ലിയിൽ നിറയും. ഇതിനായി ചിലപ്പോഴൊക്കെ മറ്റു ഹൈവുകളിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെയും കൃത്രിമ സെല്ലുകളിലേക്ക് മാറ്റുന്നു. ഉൽപാദനം കൂട്ടുവാൻ വേണ്ടിയിട്ടാണിത്. ഈ പ്രക്രിയ വളരെ സൂക്ഷ്മമാണ്. ചെറിയ ഒരു പിശക് പോലും സംഭവിച്ചാൽ അത് ലാർവയെയോ ഭാവിയിലെ രാജ്ഞിയെയോ നശിപ്പിക്കാൻ കാരണമായേക്കാം. അതുകൊണ്ട് തേനീച്ച വളർത്തുന്നവർ അവരുടെ ജോലിയെ ഏറെ കരുതലോടെയാണ് നിർവഹിക്കുന്നത്. ഒരു സ്ട്രിപ്പിൽ ഏകദേശം 64 സെല്ലുകൾ ഉണ്ടാകും. ആയിരക്കണക്കിന് സെല്ലുകളാണ് മുഴുവൻ ഹാർവസ്റ്റിലും ഉണ്ടാകുന്നത്. തേൻ പ്രധാനമായും പഞ്ചസാരയാണ്. എന്നാൽ റോയൽ ജെല്ലിയിൽ പ്രോട്ടീൻ, ധാതുക്കൾ, മറ്റു പോഷകങ്ങൾ തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നു. തേനിനേക്കാൾ പോഷക സമൃദ്ധമാണെന്ന് കരുതപ്പെടുന്നതിനാൽ റോയൽ ജെല്ലി ആരോഗ്യത്തിനും ദീർഘായുസ്സിനും സഹായകരമാണെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. രാജ്ഞി തേനീച്ചകൾ റോയൽ ജെല്ലി മാത്രമേ ഭക്ഷിക്കാറുള്ളൂ. അതുകൊണ്ടാകും അവർ മറ്റു തേനീച്ചകളെക്കാൾ വലുപ്പത്തിൽ വലുതും ആയുസ്സിൽ ദീർഘവുമായത്. അവർക്ക് 7 വർഷം വരെ ജീവിക്കാം. എന്നാൽ സാധാരണ തൊഴിലാളി തേനീച്ചകൾക്ക് 6 മാസം മാത്രം. രാജ്ഞി ദിവസം 3000 മുട്ട വരെ ഇടും. എന്നാൽ തൊഴിലാളി തേനീച്ചകൾക്ക് ജനനശേഷിയില്ല.